അത് ശരിക്കും നമ്മുടെ പടങ്ങൾ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ മലർവാടി ആയാലും അതുപോലെ തട്ടത്തിമറയത്ത് ഈ പടങ്ങളൊക്കെ സോഷ്യൽ നെറ്റ്വർക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഭവം തന്നെയാണ്. അത്രയും നമ്മുടെ പടം പ്രൊമോട്ട് ചെയ്തു. അതുകൊണ്ട് ഒത്തിരി ഗുണം നമ്മുടെ സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. സോഷ്യൽ നെറ്റ്വർക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അത് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് അത് ചെയ്യുന്നത് ശരിയല്ലല്ലോ. കാരണം മറ്റുള്ളവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ അത് മനുഷ്യത്വം എന്നൊരു സാധനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാണ്ടിരിക്കുക. പിന്നെ ഞാൻ ഇത് അധികം ഉപയോഗിക്കാത്ത ഒരാളാണ്. ഫേസ്ബുക്കൊന്നും അധികം യൂസ് ചെയ്യാറില്ലാത്തതുകൊണ്ട് എനിക്കിതൊന്നും കാണേണ്ട വരാറില്ല. ഫസ്റ്റ് ഓഫ് ഓൾ എന്താ പറയുക, ജീവിക്കാൻ പഠിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് ശരിക്കും. പിന്നെ സിനിമാ ജീവിതത്തിൽ നിന്ന് കുറേ എന്താ പറയുക, ശരിക്കും ലൈഫ് നമ്മൾ ഓരോ സ്റ്റേജിൽ നമ്മൾ പഠിച്ചു വരുന്നുണ്ട്. അത് പഠനം എന്താ പറയുക, നമ്മൾ ചെറുപ്പമായിരിക്കുമ്പോൾ നമ്മൾ ആ ഒരു സമയം നമ്മൾ പഠിക്കും. പിന്നെ ടീനേജിൽ വരുമ്പോൾ അത് പഠിച്ചു തീരും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ ഉള്ളത് നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ എന്തോരോ വരാൻ പോണെന്ന് അറിയില്ല. നമ്മളല്ലാതെ മാറുന്ന ചില സിറ്റുവേഷൻസ് ആണല്ലോ സിനിമയിൽ നടക്കുക. പിന്നെ എനിക്ക് സിനിമയിൽ തോന്നിയ ചില കാര്യങ്ങൾ മിക്കവരും മുഖത്ത് ഒരു എന്താ പറയുക, ഒരു 40% ആൾക്കാരുടെ മുഖത്ത് ഒരു മാസ്ക് ഉണ്ടാവും എപ്പോഴും. അത് മനസ്സിലാക്കാൻ, അത് മാറ്റിയിട്ട് നമ്മുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങുന്നത് ചിലപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമായിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള ശരിക്കും ഒരു പ്രൊട്ടക്ഷനൊക്കെ വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. എനിക്ക് സിനിമയിൽ ഇഷ്ടമല്ലാത്ത ചില കാര്യങ്ങളിലൊന്നും അതാണ്. എന്തിനോ വേണ്ടി ഒരു മാസ്ക് വെച്ച് വെറുതെ ഒരു കാര്യമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ അഭിനയിച്ച സിനിമകളിൽ എനിക്ക് എന്നെ കാണാൻ ഇഷ്ടമുള്ള 2 പടങ്ങൾ എന്ന് പറഞ്ഞാൽ അതാണ്. ബാക്കിയെല്ലാം കാണുമ്പോൾ എന്നോട് എന്ത് കഷ്ടമായി ഈശ്വര. തട്ടത്ത് പറയത്തിലൊക്കെ എന്നെ കണ്ടു കഴിയുമ്പോൾ എനിക്ക് തന്നെ തോന്നും, ഈശ്വര എന്തൊരു കോല. ഞാനെന്ന വ്യക്തി എന്നും കണ്ണാടി നോക്കുന്ന ഞാൻ ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ അവിടെ വരുമ്പോഴത്തേനും വേറെ ആളാണ് അവിടെ. ഞാനല്ലല്ലോ അവിടെ ഉള്ളത് ഹംസയാണ്. അപ്പോൾ ഞാനവിടെ ഹംസയായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് എന്നെ കാണുമ്പോൾ ഈശ്വര എന്തൊരു ചളവത്, അതൊരു ഫീൽ ഉണ്ടാവും. ഞാൻ അഭിനയിക്കുന്ന സിനിമകൾ, ഞാൻ അഭിനയിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഈ കോമഡി ആയിട്ടുള്ള സാധനങ്ങൾ കാണുമ്പോൾ എനിക്കൊരു ഇത് തോന്നാറുണ്ട് പലപ്പോഴും. പിന്നെ ഞാൻ പിന്നീട് അത് പറഞ്ഞിട്ടുണ്ട്. അത് കുഴപ്പമില്ല, നല്ലതാണ്, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. കാരണം നീ ചെയ്യണത് പെർഫെക്റ്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അന്ന് തീരുമല്ല. അപ്പം അതുകൊണ്ട് അതിൽ ഒരു അനുഗ്രഹമായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. സംവിധായകനോട് പാഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിങ്ങനെ ഇപ്പം എനിക്കിങ്ങനെ ഓപ്പണായിട്ട് പറയാൻ പറ്റത്തില്ല. ഉറപ്പായിട്ടുണ്ട് എനിക്ക് രഞ്ജിത്ത് സാറിൻ്റെ ഒപ്പം ഒരു പടം ചെയ്യണം എന്നുള്ള വലിയൊരു ആഗ്രഹമാണ്. സാർ എന്തെങ്കിലും വിളിച്ച ഒരു കുഞ്ഞു ക്യാരക്ടറായ പോലെ ഞാൻ ഓടിച്ചെന്ന് ചെയ്യും. അത് ഒരിക്കലും രഞ്ജിത്ത് സാർ ഞങ്ങൾ പരിചയപ്പെട്ടപ്പോൾ സാർ എന്നോട് പറഞ്ഞു, നിന്നെ ഒരിക്കലും ഒരു സൂപ്പർ സ്റ്റാർ ആക്കില്ല ഞാൻ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നെ സൂപ്പർ സ്റ്റാർ ഒന്നും ആക്കണ്ട സാറേ, എനിക്കൊരു നല്ല നടനായാൽ മതി. അപ്പോൾ സാറ് ഞാൻ നോക്കിയിട്ട് സാറിനെ കളിയാക്കിയാണെന്ന് ഓർത്തിട്ടുണ്ടാവും ചിലപ്പോൾ. നീ ഒരു നല്ല നടനാണ്, എൻ്റെ ഡയലോഗ് ഉണ്ടല്ലോ. പക്ഷേ അതല്ലായിരുന്നു സത്യത്തിൽ ഞാൻ മനസ്സറിഞ്ഞ് തന്നെ പറഞ്ഞതാണ്. പിന്നെ അതുപോലെ തന്നെ പ്രഗത്ഭരായ എത്രയോ ആളുകളുണ്ട്, അവരുടെ പടങ്ങളെല്ലാം ചെയ്യണമെന്ന്, എല്ലാവരും ചെയ്തു പോയ ആ വഴിയിലൂടെയൊക്കെ ഒന്ന് യാത്ര ചെയ്യണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. തമിഴ് എനിക്ക് അറിയാവുന്ന ലാംഗ്വേജാണ്. കാരണം ഞാൻ കുറച്ച് നാൾ അവിടെ ഉണ്ടായിരുന്നു, കോയമ്പത്തൂർ കർപ്പൂർ എന്നുള്ളതിലുണ്ടായിരുന്നു. അപ്പോൾ ഈ തമിഴ് എനിക്ക് വലിയ പ്രശ്നമില്ല. നമ്മൾ തമിഴ് പടങ്ങൾ 2 പടം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് നമ്മൾ മലയാളത്തിൽ ചെയ്ത പടം തമിഴിലേക്ക് പോയതാണ്. എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ലേ, കന്നഡ പടങ്ങളൊക്കെ കാണുമ്പോൾ ഒന്നും മനസ്സിലാവേണ്ട തന്നെ, കന്നഡ തെലുങ്ക്, പിന്നെ സബ് ടൈറ്റിൽ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകും. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം ഇവിടെ തന്നെ ഇഷ്ടംപോലെ പഠിക്കാനുണ്ട്. അത് പഠിച്ചതിന് ശേഷം പോയാൽ പോരാ അങ്ങോട്ട്. വീട്ടിലുണ്ട്, നമുക്ക് കൈ കിട്ടിയേക്കണത് ആദ്യം പഠിക്കാം, ബാക്കി പിന്നെ പഠിക്കാം. ചെയ്യാൻ പോകുന്നതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, കാരണം അതെനിക്ക് തന്നെ പണിയായിട്ടുള്ളൂ. കാരണം വെറുതെ തന്നെ പറയണ്ടല്ലോ. ഇപ്പോൾ ചെയ്ത് വെച്ചിരിക്കുന്നത് ദൂരം എന്ന സിനിമയാണ്. ദൂരമുണ്ട്. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന നെല്ലിക്ക എന്നൊരു പടം. പിന്നെ അതുപോലെ തന്നെ ഇത് രണ്ടുമാണ് മെയിനായിട്ടും ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഒരു ക്ലോസ് ഷോട്ട് എടുക്കാനായിട്ട് എന്ത് ചെയ്യണം. അപ്പോൾ ഞാനിങ്ങനെ എന്നെ കൊണ്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട്. ഞാനിങ്ങനെ നോക്കി കഴിയുമ്പം ഇദ്ദേഹത്തിൻ്റെ ഫേസിലുണ്ടാകുന്ന എക്സ്പ്രഷൻ കണ്ടാൽ എന്നോട് വെറുതെ ക്യൂ ഡയലോഗ് പറയാൻ മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ ആ ക്യൂ ഡയലോഗ് പറഞ്ഞ് മൂപ്പര് അത് സ്റ്റാർട്ട് ചെയ്തു. മലയാളം അറിയുക, പക്ഷെ മലയാളം പറയണത് കാണണം. നമ്മൾ പോലും അങ്ങനെ പറയില്ല. അത്രയും സ്ഫുടതയോടുകൂടി
അതിൻ്റെ അർത്ഥം മുഴുവൻ മനസ്സിലാക്കി ഏതോ സമയത്ത് തല ഇങ്ങനെ ഇങ്ങനെ താഴ്ന്നു. അപ്പോൾ പുള്ളിക്കാരൻ തന്നെ പറഞ്ഞു കട്ട് എന്ന് പറഞ്ഞിട്ട്, ഇല്ല ഇത് ഇവിടെ പുള്ളിക്കാരൻ്റെ തല താഴ്ന്നു കഴിഞ്ഞാൽ അതിൻ്റെ സീരിയസ്നെസ് പോകും. അത്രയ്ക്കും ഡീപ്പായിട്ടാണ് ഓരോ മൂവ്മെൻറ്റ് വരെ ചെയ്യണം. ഇവിടെ ഇങ്ങനെ തല ഇങ്ങനെ ലുക്ക് ഡൗൺ പോയി കഴിഞ്ഞാൽ അതിൻ്റെ അത് അതിനൊക്കെ ഒന്നുകൂടെ എടുക്കാം എന്നിട്ട് രണ്ടാമത് ഞാൻ ഇങ്ങനെ എൻ്റെ ഈശ്വര നോക്കിയിരുന്നു പോയി. അഭിനയം അല്ലാതെ താല്പര്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം അനുഗ്രഹിച്ചാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുണ്ട്. പക്ഷേ എന്തായാലും ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഞാൻ കൈയെടുത്തില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. കാരണം അതൊരു വല്ലാത്ത സംഭവം തന്നെയാണ്. അതെപ്പോഴും നമ്മുടെ ഉള്ളിൽ നമ്മൾ ഈ ടീച്ചർമാരോട് സാറന്മാരുടെ ഒക്കെ ഉള്ളൊരു ബഹുമാനം ഉണ്ടല്ലോ, ആ ബഹുമാനം പോലെ തന്നെ അവരോടുണ്ട്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. കൂട്ടായ്മയുടെയാണ്. പക്ഷേ നമുക്ക് വീട്ടിലായാൽ അപ്പം വേണം അല്ലേ? വീട്ടിൽ ഒരു അച്ഛനുണ്ടാവണം, അമ്മ ഉണ്ടാവണം, എല്ലാവരും വേണം. അതുപോലെ തന്നെയാണ് സിനിമയിൽ. അതൊരു കുടുംബമാണ്. കുടുംബത്തിലൊരു അപ്പൻ ഉണ്ടാവണം. ഇല്ലെങ്കിൽ നമ്മൾ പറയണ പോലെ ആയിപ്പോവും. വീട്ടിൽ അപ്പനില്ലാണ്ടായി പോകും.